മൈത്രി വിഷനിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കരീം മൈത്രിയാണ്. മാന്ത്രിക വടികൊണ്ട് വ്യാജ ചികിത്സ നടത്തുന്ന സിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടുവേദനയ്ക്ക് ചികിത്സിക്കാനെത്തിയ 55-കാരിയെ കയറിപ്പിടിക്കാനാണ് ഈ വ്യാജസിദ്ധൻ ശ്രമിച്ചത്. എതിർത്തപ്പോൾ ക്രൂര മർദ്ദനവും. മാന്ത്രിക ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ദണ്ഡ് ഉപയോഗിച്ചാണ് ഷിഹാബുദ്ദീൻ തങ്ങളുടെ ചികിത്സ. 55-കാരിയുടെ പരാതിയിലാണ് വ്യാജ സിദ്ധനെ ഓസ്തുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവം ഇങ്ങനെ: നടുവേദനയ്ക്ക് ചികിത്സിക്കാനെത്തിയ 55-കാരിയാണ് മാന്ത്രിക വടികൊണ്ട് ചികിത്സിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തത്. പീഡന ശ്രമം എതിർത്തപ്പോൾ കയറിപ്പിടിക്കുകയും മർദ്ദനത്തിനിരയാക്കുകയും ചെയ്തെന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാജസിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ കക്കാട് സ്വദേശിയും തളിപ്പറമ്പിലെ കോട്ടേസിൽ താമസക്കാരനുമായ ഷിഹാബുദ്ദീൻ തങ്ങൾ എന്ന 55-കാരനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓസ്തുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 55-കാരിയുടെ പരാതിയിലാണ് മാന്ത്രിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് മാന്ത്രിക വടി ഉപയോഗിച്ചാണ് ചികിത്സ നടത്തുന്ന വ്യാജസിദ്ധനെ അറസ്റ്റ് ചെയ്തത്. വിട്ടുമാറാത്ത നടുവേദന മാറ്റിത്തരാമെന്ന് പറഞ്ഞാണ് സ്ത്രീയെ ഇദ്ദേഹം സമീപിച്ചത്. ചികിത്സയ്ക്കിടെ സ്ത്രീയെ കയറിപ്പിടിക്കുകയും എതിർത്തപ്പോൾ ക്രൂര മർദ്ദനത്തിന് ഇരയാകുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. കണ്ണൂർ കക്കാട് സ്വദേശിയും തളിപ്പറമ്പിലെ കോട്ടേസിൽ താമസക്കാരനുമായ ഷിഹാബുദ്ദീൻ തങ്ങളാണ് പോലീസ് പിടിയിലായത്. മാന്ത്രിക ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ദണ്ഡ് ഉപയോഗിച്ചാണ് ഷിഹാബുദ്ദീൻ തങ്ങളുടെ ചികിത്സ. മാന്ത്രിക ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ദണ്ഡ് ഉപയോഗിച്ചാണ് ഷിഹാബുദ്ദീൻ തങ്ങളുടെ ചികിത്സയുടെ തുടക്കം. ഇത്തരത്തിൽ ചികിത്സക്കിരയായ നിരവധി സ്ത്രീകളെയാണ് വ്യാജസിദ്ധൻ ചികിത്സയ്ക്കിടെ കയറിപ്പിടിച്ചത് എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് മന്ത്രവാദ ചികിത്സ. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച സൂചന. നേരത്തെ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു കോട്ടേസിൽ താമസിച്ച ഷിഹാബുദ്ദീൻ തങ്ങൾ മന്ത്രവാദ ചികിത്സ നടത്തിയതായും സൂചനയുണ്ട്. ഇത്തരത്തിൽ വ്യാജ ചികിത്സ നടത്തുന്ന ഒരുപാട് ആളുകളെടുത്താണ് സാധാരണക്കാരായ ജനങ്ങൾ പെട്ടുപോകുന്നത്. നിങ്ങൾ ഇനിയും മനസ്സിലാക്കണം, ഈ വ്യാജസിദ്ധന്മാർ നമ്മുടെ അടുത്ത് ചികിത്സിക്കാനെത്തുന്നത് നമ്മുടെ പണവും ശരീരവും കണ്ടുകൊണ്ടാണ്. സ്ത്രീകളുടെ ശരീരം മോഹിച്ചാണ് ഇത്തരം വ്യാജസിദ്ധന്മാർ മാന്ത്രിക വടിക്ക് ശക്തിയുണ്ടെന്ന് പറഞ്ഞ് ചികിത്സിക്കാനെത്തുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രയാസം വരുമ്പോൾ, ഒരസുഖം വരുമ്പോൾ സിദ്ധന്മാരുടെ അടുത്ത് പോയല്ലാതെ പല ആളുകൾക്കും സമാധാനമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പല ആളുകളും ഇപ്പോഴും വ്യാജസിദ്ധൻ്റെ ഈ പുരോഗമന കാലത്തും പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന കാലത്ത് പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിദ്ധന്മാരുടെ അടുത്ത് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാകുന്നത് എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയെങ്കിലും നമ്മൾ മാറി ചിന്തിക്കണം. കരീം മൈത്രി, മൈത്രി വിഷൻ.